ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പയും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കാറുണ്ട്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മൈദയോ അല്ലെങ്കിൽ ബ്രെഡോ കോൺഫ്ലോറോ ഒന്നും വേണ്ട. മാത്രമല്ല അത് എണ്ണയിൽ മുക്കി പൊരിക്കുകയും വേണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അതിനായിട്ട് കപ്പത ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. അതിന് നടുക്കുള്ള നാരൊക്കെ കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള ഒരു ഫില്ലിങ്സ് റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞത്, ചെറിയ സവാളയാണ്, ചെറുതാക്കി അരിഞ്ഞതും ഉപ്പിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ഇടണം കേട്ടോ. ഞാനിപ്പോൾ ഇടാത്തത് കുട്ടികൾ കഴിക്കുന്ന സമയത്ത് ആ പച്ചമുളക് കടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പും മഞ്ഞളും കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഈ നമ്മുടെ ചിക്കനിലെ ഈ മസാലകളെല്ലാം പിടിക്കുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 2 സെക്കൻഡ് മൂടി വെക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. കപ്പയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കപ്പയിൽ അത്യാവശ്യം ഉപ്പ് വേണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ല രീതിക്ക് ഉടച്ചെടുക്കാം. ഇതിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവരുത്, മാവ് പോലെ ഇത് ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ കൈ ആദ്യം ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഇതിനെ നല്ലതായിട്ട് പരത്തിയെടുക്കുക. നല്ല നൈസാക്കിയിട്ട് പരത്തണം കേട്ടോ, അധികം കട്ടി ഉണ്ടാവരുത്. അതുപോലെ ഒരെണ്ണം കൂടി ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടുതലും നമുക്ക് ഈ കപ്പേൻ്റെ ഫ്ലേവർ ആയിരിക്കും നമ്മൾ സ്നാക്സ് കഴിക്കുമ്പോൾ കിട്ടുക. അതുകൊണ്ട് നല്ല നൈസായിട്ട് പരത്താം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീഫൊക്കെ ഉണ്ടെങ്കിൽ ബീഫ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതാ ഈ സൈഡൊക്കെ ഈ 4 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ബീഫ് അലർജി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചിക്കൻ വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ ഇഷ്ടമുള്ളവരും അത് കഴിച്ചാൽ കുഴപ്പമില്ലാത്തവരും ബീഫ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതിനുശേഷം ഇതുപോലൊരു പാൻ എടുക്കുക. അതിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്നാക്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പതുക്കെ വേണം കേട്ടോ ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാൻ. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മറിച്ചിടാൻ പറ്റും. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ 2 സൈഡും ഒരു 2 പ്രാവശ്യം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബീഫ് പറ്റാത്തവർ ചിക്കൻ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്